കൊമേഴ്സ് ക്യാബിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ്. അപ്പം ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നോക്കാം. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ ഇൻ്റർനാഷണൽ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള ഇക്കണോമിക് കോപ്പറേഷനെ ബൂസ്റ്റ് ചെയ്യാനും ഇൻ്റർനാഷണൽ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യാനും ഇൻ്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിൽ സ്റ്റെബിലിറ്റി എൻഷുർ ചെയ്യാനുമൊക്കെ ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻസിനെയാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് അറിയപ്പെടുന്നത്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഉങ്ടാഡ്, WTO, അതുപോലെ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻ്റർനാഷണൽ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. 1930 ഗ്രേറ്റ് ഡിപ്രഷന് ശേഷം ഇക്കണോമിയെ ആ ഗ്രേറ്റ് ഡിപ്രഷൻ ഒത്തിരി ബാധിച്ചു. അതായത് ഗ്ലോബൽ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായി, അതുപോലെ തന്നെ GDPയിൽ വലിയൊരു ഡിക്ലൈൻ ഉണ്ടായി. ഇങ്ങനെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു ഗ്രേറ്റ് ഡിപ്രഷൻ. 1930 ആ ഗ്രേറ്റ് ഡിപ്രഷന് ശേഷം ഇക്കണോമിക് സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടി ഒരു പ്രോപ്പർ സിസ്റ്റം ആവശ്യമായിട്ട് വന്നു. അങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഓർഗനൈസേഷൻസാണ് ഇൻ്റർനാഷണൽ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. ഇനിയും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി നമുക്ക് നോക്കാം. ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ് IMF അഥവാ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. IMF എന്ന് പറയുന്നത് 1943 US ട്രഷറി ഇതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ പാസ്സാക്കി. ഇതിനെ വൈറ്റ് പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ കോൺഫറൻസിൽ 44 കൺട്രീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മെമ്പർ കൺട്രീസിൽ ഫിനാൻഷ്യൽ കോപ്പറേഷൻ കൊണ്ടുവരാനും അതുപോലെ തന്നെ വേൾഡ് ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ രൂപീകരിച്ച ഒരു ഓർഗനൈസേഷനായിരുന്നു ഈ IMF എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ യുണൈറ്റഡ് നേഷൻസിൻ്റെ സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് IMF എന്ന് അറിയപ്പെടുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യാനും ഹൈ എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനും അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇക്കണോമിക് ഗ്രോത്തിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനും പിന്നെ പോവർട്ടി കുറയ്ക്കാനും ഒക്കെ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഉദ്ദേശത്തോടെ ക്രിയേറ്റ് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് IMF. പിന്നെ IMFനെ കുറിച്ച് പറയുമ്പം ഇൻ്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം ഓവർസീ ചെയ്യാൻ, അതായത് സൂപ്പർവൈസ് ചെയ്യാനും മെമ്പർ കൺട്രീസ് തമ്മിലുള്ള ഇക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ പോളിസിയെ മോണിറ്റർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ IMF രൂപീകരിച്ചത്. അതുപോലെ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ്സിനെ മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുറച്ച് കൺട്രീസ് കാണുമല്ലോ. ഇപ്പം എല്ലാ കൺട്രീസും ഒരുപോലെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ള കൺട്രീസിന് ലോൺ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയും അതുപോലെ അങ്ങനത്തെയുള്ള കൺട്രീസിൻ്റെ മാക്രോ ഇക്കണോമിക് സ്റ്റെബിലിറ്റിയെ റീസ്റ്റോർ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് IMF. പിന്നെ ഗ്ലോബൽ മോണിറ്ററി കോപ്പറേഷനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് IMFൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. 190 മെമ്പേഴ്സാണ് ഇപ്പം IMFലുള്ളത്. പിന്നെ IMFനെ കുറിച്ച് പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ബ്രെട്ടൺ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതൊക്കെയാണ് IMFുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ IMFുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേമാണ് SDR അഥവാ സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് എന്ന് പറയുന്നത് 1969 IMF ക്രിയേറ്റ് ചെയ്തൊരു ഇൻ്റർനാഷണൽ റിസർവ് അസറ്റ് അഥവാ റിസർവ് കറൻസിയാണ് നമ്മൾ SDR എന്ന് പറയുന്നത്. ഒരു രാജ്യം കൈവശം വയ്ക്കുന്ന റിസർവിനെയാണ് നമ്മൾ മോണിറ്ററി റിസർവ് എന്ന് പറയുന്നത്. ആ റിസർവ് ഒരു പക്ഷേ ഗോൾഡിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഗോൾഡ്, പ്ലാറ്റിനം, സിൽവർ ഇതുപോലെയുള്ള മെറ്റൽസിൻ്റെ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഫോറിൻ കറൻസിയുടെ രൂപത്തിലായിരിക്കാം. എങ്ങനെയാണെങ്കിലും ഒരു രാജ്യം കൈവശം വയ്ക്കുന്ന റിസർവിനെയാണ് മോണിറ്ററി റിസർവ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം ഒരു രാജ്യത്തിന് എന്തെങ്കിലും എക്കണോമിക് റിസഷനൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിനെ റീകൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മോണിറ്ററി റിസർവ്സ് ഈ രാജ്യങ്ങൾ സൂക്ഷിക്കുന്നത്.
പിന്നെ അഥവാ എക്കണോമിക്കലി എന്തെങ്കിലും ക്രൈസിസ് നേരിടുമ്പം അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് രാജ്യങ്ങൾ സൂക്ഷിക്കുന്ന അതാണ് മോണിറ്ററി റിസർവ് എന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് മെമ്പർ കൺട്രീസിന് ലിക്വിഡിറ്റി ഇഷ്യൂസ് ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, അതായത് പണത്തിൻ്റെ അത്യാവശ്യം വരുന്ന സാഹചര്യത്തിൽ IMF ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ് കൊടുക്കുന്നു. അതുപയോഗിച്ച് അവരുടെ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. SDRനെ പേപ്പർ ഗോൾഡ് എന്നറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ 4 ഇൻ്റർനാഷണൽ കറൻസിയുടെ ബേസിലാണ് SDR വാല്യൂ പറയുന്നത്. SDRൻ്റെ വാല്യൂ പറയുന്നത് 4 കറൻസിയുടെ ബേസിലാണ്. ഒന്നാമത്തേത് യൂറോ, ജാപ്പനീസ് യെൻ, പൗണ്ട്, അതുപോലെ US ഡോളർ. ഈ 4 കറൻസിയുടെ ബേസിലാണ് നമ്മുടെ SDRൻ്റെ വാല്യൂ പറയുന്നത്. പിന്നെ IMFൻ്റെ മെമ്പർ കൺട്രീസിൻ്റെ കോട്ടാസിൻ്റെ പ്രൊപ്പോർഷൻ എത്രയാണോ അതിനനുസരിച്ചായിരിക്കും സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ SDR എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ കറൻസിയാണ്. IMFൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഫങ്ഷനാണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ മെമ്പർ കൺട്രീസിന് ആവശ്യമായിട്ടുള്ള ലോൺ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നാണ് IMFൻ്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. IMFൻ്റെ ലോൺ ബേസ് ചെയ്തിരിക്കുന്നത് ഓരോ മെമ്പർ കൺട്രീസിൻ്റെയും കോട്ട ഹോൾഡിങ്ങിനനുസരിച്ചായിരിക്കും. കോട്ട എന്ന് പറയുമ്പം ഓരോ രാജ്യവും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന അവരുടെ നാഷണൽ കറൻസിയുടെയും ഗോൾഡിൻ്റെയും പ്രൊപ്പോർഷനെയാണ് കോട്ട എന്ന് പറയുന്നത്. ഓരോ രാജ്യവും ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ രാജ്യവും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന അവരുടെ ഇതിൻ്റെ പ്രൊപ്പോർഷൻ, നാഷണൽ കറൻസിയുടെയും ഗോൾഡിൻ്റെയും പ്രൊപ്പോർഷനാണ് കോട്ട. ഓരോ മെമ്പർ കൺട്രീസും ഹോൾഡ് ചെയ്യുന്ന കോട്ടയ്ക്ക് അനുസരിച്ചാണ് ലോണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മെമ്പർ കൺട്രി 25% ഫോറിൻ കറൻസിയുടെ ഫോമിലും അതുപോലെ തന്നെ ബാക്കിയുള്ള 75% അവരുടെ നാഷണൽ കറൻസി ഏതാണോ അതിൻ്റെ ഫോമിലുമാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ചായിരിക്കും കോട്ട വരുന്നത്. അതിനനുസരിച്ചായിരിക്കും അവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നത്. IMF അവരുടെ മെമ്പർ കൺട്രീസിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാനായിട്ട് സഹായിക്കുന്നു. ഏതെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള മെമ്പർ കൺട്രീസിനെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് IMF സഹായിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ഫംഗ്ഷനാണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു. രണ്ടാമത്തെ ഫംഗ്ഷനാണ് സർവൈലൻസ് എന്ന് വെച്ചാൽ IMF അവരുടെ മെമ്പർ കൺട്രീസിന് ആവശ്യമായിട്ടുള്ള അഡ്വൈസ് കൊടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതായത് ഇക്കണോമിക് സ്റ്റെബിലിറ്റിയെ ഫോസ്റ്റർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പോളിസീസ് അത് ഫോർമുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ക്രൈസിസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അതിന് എടുക്കേണ്ടതായ പോളിസീസ് അതൊക്കെ ഉണ്ടാക്കാനുള്ള അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ് IMFൻ്റെ മറ്റൊരു ഫംഗ്ഷൻ. മൂന്നാമത്തെ ഫംഗ്ഷൻ ടെക്നിക്കൽ അസിസ്റ്റൻസ് ആണ്. ടെക്നിക്കൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ മെമ്പർ കൺട്രീസിന് വേണ്ടിയിട്ട് IMF ഇഫക്റ്റീവായിട്ടുള്ള പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ടെക്നിക്കലായിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കുന്നു. അതാണ് IMFൻ്റെ 3 ഫങ്ഷൻസ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്ക് എന്താണെന്ന് നോക്കാം. വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അത് എന്ന് പറഞ്ഞാൽ ലോകത്ത് എമ്പാടുമുള്ള ഡെവലപ്പിംഗ് കൺട്രീസിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെയും പോലെ തന്നെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു. ലോകത്തെല്ലായിടത്തുള്ള ഡെവലപ്പിംഗ് കൺട്രീസിനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ IBRD, IDA ഇങ്ങനെ ഉള്ള 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചേർന്നാണ് വേൾഡ് ബാങ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ. ഈ 2 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചേർന്നാണ് വേൾഡ് ബാങ്ക് ഫോം ചെയ്തിരിക്കുന്നത്. ഡെവലപ്പിംഗ് കൺട്രീസിൽ പോവർട്ടിയെ കുറയ്ക്കുക അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക, ഇതാണ് വേൾഡ് ബാങ്കിൻ്റെ ഉദ്ദേശം. പിന്നെ വേൾഡ് ബാങ്കിൻ്റെ ഒഫീഷ്യൽ മോട്ടോ എന്ന് പറയുന്നത് വർക്കിംഗ് ഫോർ എ വേൾഡ് ഫ്രീ ഓഫ് പോവർട്ടി, അതായത് പോവർട്ടി ഇറാഡിക്കേഷനാണ് വേൾഡ് ബാങ്കിൻ്റെ ലക്ഷ്യം. 2 ഗോൾസാണ് മെയിനായിട്ട് വേൾഡ് ബാങ്കിനുള്ളത്. ഒന്നാമതായിട്ട് എക്സ്ട്രീം പോവർട്ടിയെ കുറയ്ക്കുക, അതുപോലെ തന്നെ ഷെയർഡ് പ്രോസ്പെരിറ്റിയെ പ്രൊമോട്ട് ചെയ്യുക. ഇത് 2 എണ്ണമാണ് വേൾഡ് ബാങ്കിൻ്റെ ഗോൾസ്. ഒന്നുകൂടെ പറയാം, എക്സ്ട്രീം പോവർട്ടിയെ കുറയ്ക്കുക, ഷെയർഡ് പ്രോസ്പെരിറ്റിയെ കൊണ്ടുവരിക, ഇതാണ് 2 ഗോൾസ്.
പിന്നെ വേൾഡ് ബാങ്കിൻ്റെ മറ്റൊരു പ്രത്യേകത ലോ ഇൻട്രസ്റ്റ് ലോൺ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെമ്പർ കൺട്രീസിന് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഗ്രാൻറ്റുകൾ കൊടുക്കുന്നു. അതുപോലെ തന്നെ പുവർ കൺട്രീസിന് കൂടുതലായിട്ട് പ്രൊഡക്റ്റീവ് ആകാൻ ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കുക. ഇതൊക്കെയാണ് വേൾഡ് ബാങ്കിൻ്റെ ലക്ഷ്യങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു IMF ബ്രെട്ടൺ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. ഈ വേൾഡ് ബാങ്ക് ബ്രെട്ടൺ വുഡ്സ് സിസ്റ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം IMFും വേൾഡ് ബാങ്കും ബ്രെട്ടൺ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും ബ്രെട്ടൺ വുഡ്സ് സിസ്റ്റേഴ്സ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്ത ഒരു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. അതെന്താണെന്ന് നോക്കാം. 1966 ഓഗസ്റ്റ് 22 എസ്റ്റാബ്ലിഷ് ചെയ്തൊരു റീജിയണൽ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് ഈ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ആ വാക്കിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഏഷ്യയിലെ കൺട്രീസിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണിത്. ഇതിൻ്റെ മോട്ടോ എന്ന് പറഞ്ഞാൽ ഫൈറ്റിംഗ് പോവേർട്ടി ഇൻ ഏഷ്യ ആൻഡ് ദ പസഫിക് എന്നുള്ളതാണ്. പോവർട്ടി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ലക്ഷ്യം. അതായത് ഏഷ്യൻ കൺട്രീസിൽ ആവശ്യമായിട്ടുള്ള ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഏഷ്യയിലെ രാജ്യങ്ങൾ തമ്മിലുള്ള ഇക്കണോമിക് കോപ്പറേഷൻ, ഒരു സാമ്പത്തിക സഹകരണം ഉറപ്പാക്കുക. അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോവർട്ടി കുറയ്ക്കുക, ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുക. പിന്നെ ഡെവലപ്പിംഗ് കൺട്രീസ് ആയിട്ടുള്ള മെമ്പർ കൺട്രീസ് ഉണ്ടല്ലോ, അവർക്ക് ആവശ്യമായിട്ടുള്ള ലോൺസ് കൊടുക്കുക, അതുപോലെ തന്നെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുക. ഇതൊക്കെയാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ലക്ഷ്യം. പിന്നെ മെമ്പർ കൺട്രീസിന് അവരുടെ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള പ്രോജക്ട്സ്, ആ പ്രോജക്ട്സിനുള്ള പ്ലാനിങ്ങിനും അതിൻ്റെ എക്സിക്യൂഷനും ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കുക. ഇതാണ് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ കുറച്ച് ലക്ഷ്യങ്ങൾ. അതായത് മെയിനായിട്ടുള്ള ഉദ്ദേശം പോവർട്ടി ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അടുത്ത ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ അഥവാ IDA. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ പുവർ ഡെവലപ്പിംഗ് കൺട്രീസിന് ആവശ്യമായിട്ടുള്ള കൺസെഷണൽ ലോൺസും അതുപോലെ തന്നെ ഗ്രാൻസും ഒക്കെ ഓഫർ ചെയ്യുന്ന ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് IDA. വേൾഡ് ബാങ്കിൻ്റെ ഒരു മെമ്പറാണ് IDA. നാഷണൽ ഇൻകം കുറവുള്ള പുവർ ഡെവലപ്പിംഗ് കൺട്രീസിന് കൺസെഷണൽ റേറ്റിൽ ലോൺ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ. പ്രൈമറി എഡ്യൂക്കേഷൻ, ക്ലീൻ വാട്ടർ, ഹെൽത്ത് സർവീസ്, അഗ്രികൾച്ചർ, ഈ ഏരിയയിലൊക്കെയാണ് IDA ഡീൽ ചെയ്യുന്നത്. അപ്പം ഇതാണ് ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി അടുത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് UNCTAD, അതായത് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇത് ആ പേരിൽ തന്നെ ഉള്ളതുപോലെ ട്രേഡ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇതിൻ്റെയൊക്കെ ഇഷ്യൂസിനെ ഡീൽ ചെയ്യുന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ, അതായത് UN-ൻ്റെ ജനറൽ അസംബ്ലിയുടെ ഒരു പ്രിൻസിപ്പൽ ഓർഗനാണ് UNCTAD. 1964 ഇത് ഫോം ചെയ്തത്. ഇതിൻ്റെ ലക്ഷ്യം പേര് പോലെ തന്നെ ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റിനെ മാക്സിമൈസ് ചെയ്യിക്കുക, അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനെ മാക്സിമൈസ് ചെയ്യിക്കുക, ട്രേഡ്, എയ്ഡ്, അതുപോലെ ട്രാൻസ്പോർട്ട്, ടെക്നോളജി, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പോളിസീസിനെ ഫോർമുലേറ്റ് ചെയ്യിക്കുക. ഇതൊക്കെയാണ് UNCTADൻ്റെ ലക്ഷ്യം. അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെയും തമ്മിലുള്ള ട്രേഡിംഗ് ഗ്യാപ്പ് അതിനെ റെഡ്യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് UNCTADൻ്റെ ലക്ഷ്യം. ഇനിയും UNCTADൻ്റെ കുറച്ച് മറ്റ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുക, ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ ആക്സിലറേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രേഡിനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല നല്ല പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ സഹായിക്കുക, അതുപോലെ തന്നെ മൾട്ടിനാഷണൽ ട്രേഡ് എഗ്രിമെൻറ്റ്സ് അഡോപ്റ്റ് ചെയ്യുക. ഇതൊക്കെയാണ് UNCTADൻ്റെ മറ്റു കുറച്ച് ലക്ഷ്യങ്ങൾ. ഇനിയും UNCTADൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രേഡും ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിൻ്റെയും ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെയും പ്രോബ്ലംസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ റിസോൾവ് ചെയ്യാനുള്ളൊരു ഫോറമായിട്ടാണ് UNCTAD ആക്ട് ചെയ്യുന്നത്. അതായത് ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസും
ഡെവലപ്പിംഗ് കൺട്രീസും ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ട്രേഡും ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ്. അത് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ റിസോൾവ് ചെയ്യാനുള്ളൊരു ഫോറമായിട്ടാണ് ഈ യുങ്ക്ടാഡ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഒരു ഇൻകം സോഴ്സാണ് പ്രൈമറി പ്രോഡക്ട്സിൻ്റെ എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പ്രൈമറി പ്രോഡക്ട്സിൻ്റെ എക്സ്പോർട്ടിനെ ബൂസ്റ്റപ്പ് ചെയ്യുക. പ്രൈമറി പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ഇൻപുട്ടാണ് പ്രൈമറി പ്രോഡക്ട്സ് അഥവാ കമ്മോഡിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ പ്രൈമറി പ്രോഡക്ട്സിൻ്റെ എക്സ്പോർട്ടിനെ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ പ്രൈമറി പ്രോഡക്ട്സിൻ്റെ എക്സ്പോർട്ടിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഉങ്ക്ടാഡ്. അതുപോലെ തന്നെ ഡെവലപ്ഡ് കൺട്രീസിൽ നിന്ന് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാനും സഹായിക്കുന്നു. അതായത് ഡെവലപ്പിംഗ് നേഷൻസിന് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് ഉങ്ക്ടാഡ് ആക്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഡെറ്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സഹായിക്കുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുത്തുകൊണ്ട് ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഡെറ്റ് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഉങ്ക്ടാഡ്. ഇനി അടുത്ത ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് റീജിയണൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. അത് എന്ന് വെച്ചാൽ 1960s ഫോം ചെയ്ത ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ റീജിയണൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ലോ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഡെവലപ്പിംഗ് കൺട്രീസിനെ സഹായിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് റീജിയണൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. എന്ന് വെച്ചാൽ പോവർട്ടി കുറയ്ക്കുക, അതായത് ഒരു റീജിയൻ്റെ ഉള്ളിൽ, അതായത് ഒരു റീജിയൻ്റെ പരിധിക്ക് ഉള്ളിലുള്ള ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസിന് ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് റീജിയണൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. അതായത് ഒരു റീജിയൻ, ആ റീജിയൻ്റെ പരിധിക്കുള്ളിൽ വരുന്ന ഡെവലപ്പിംഗ് കൺട്രീസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസ്, ആ കൺട്രീസിന് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസും ഫിനാൻഷ്യൽ അസിസ്റ്റൻസും കൊടുക്കുക എന്നുള്ളതാണ് റീജിയണൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ലക്ഷ്യം. ഇനിയും റീജിയണൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഇൻ്റർ അമേരിക്കൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, യൂറോപ്യൻ ബാങ്ക്, ഇതൊക്കെയാണ് റീജിയണൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഇതാണ് റീജിയണൽ ഡെവലപ്മെൻറ്റ് ബാങ്കിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നും ഏതൊക്കെയാണ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നും നമ്മൾ പഠിച്ചു. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ക്ലാസ്സുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി കാണാം.